ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മറ്റൊന്നുമല്ല, ഒരു ബ്രിക്ക് ചാലഞ്ചാണ്. ബ്രിക്ക് ചാലഞ്ച് എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ അമ്മയ്ക്കും ചേച്ചിക്കും പപ്പായ്ക്കുമാണ് ബ്രിക്ക് ചാലഞ്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഏതായാലും ചേച്ചി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. പപ്പായും മമ്മിയും വരുമോ എന്ന് അറിയത്തില്ല. ഏതായാലും നമ്മൾ ചാലഞ്ച് കൊടുക്കാൻ പോകണം. ഈ ബ്രിക്ക് ചാലഞ്ചിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ പോയി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്തൊക്കെ. ഏതായാലും നമുക്ക് വീഡിയോയിലോട്ട് പോയേക്കാം. നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന അടിപൊളി വീഡിയോസൊക്കെ പറന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എടുത്തുള്ളൂ. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ ഗൈസ്, അപ്പം ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ 5 ഇഷ്ടിക എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ 5 ഇഷ്ടിക ഒറ്റ കൈ കൊണ്ട് പൊക്കണം. ഓക്കെ, ഒറ്റ കൈ കൊണ്ട് പൊക്കിയാൽ അവർക്ക് പൈസ വെക്കണോ? പൈസ വെക്കാം. ഒറ്റ കൈ കൊണ്ട് 5 ഇഷ്ടിക എടുത്തു കഴിഞ്ഞാൽ ഞാൻ 500 രൂപ തരുന്നതായിരിക്കും. ഓക്കെ, അതേ സമയത്ത് അവരെടുത്തില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് അവർ ഇല്ല ബെറ്റ് ഒരാൾക്ക് മാത്രമായിട്ട് വെക്കാൻ പറ്റത്തില്ല. ഇല്ല, തിരിച്ച് 500 രൂപ. അപ്പോൾ അതാണ് നമ്മുടെ ചലഞ്ച്. ബ്രൂണോ ഉണ്ടായോ? ഏതായാലും നമ്മൾ ആ ചലഞ്ച് ചെയ്യാൻ പോകുന്നത് 500 രൂപയ്ക്കാണ് ബെറ്റ്. ഓക്കെ, നമുക്ക് കളിക്കാം. അപ്പം ഏതായാലും ഞാൻ ജയിക്കും. അതുകൊണ്ട് എനിക്ക് 500 3 ഓക്കെ 1500 രൂപ എനിക്ക് കിട്ടുന്നതാണ്. ഏതായാലും നമ്മൾ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ ഗൈസ്, അപ്പോൾ ആദ്യം തന്നെ ചേച്ചി ചെയ്യാൻ പോവാണ്. ഇവിടെ ഈ ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് പോകരുതേ. ഇവിടെ ക്യാമറ കിട്ടുന്നുണ്ട്, അതുകൊണ്ടോ? രണ്ട് കൈ കൊണ്ടും അടുക്കി. അങ്ങനല്ല, തറയെ വെച്ചിട്ട് വേണം പിന്നെ എടുക്കാൻ. അല്ല, എല്ലാം കയ്യിൽ അടുക്കിയാൽ നോക്കുമല്ലോ. അങ്ങനെ പിന്നെ ചലഞ്ച് ഇല്ല, അങ്ങനെ ഒന്നും ഇല്ല, പറ്റത്തില്ലെന്ന്. അങ്ങനൊന്നും പറ്റത്തില്ല. 2 ചാൻസേ ഉള്ളൂ. കമോൺ, പെട്ടെന്നാണ്. കമോൺ. ഇനി 5 എണ്ണം എടുക്ക. ഒറ്റ കൈ കൊണ്ട് എടുക്ക. ഫസ്റ്റ് ചാൻസ് ഇപ്പൊ തീരാൻ പോവുകയാണ് ഗൈസ്. എടുക്ക, കമോൺ. ഇങ്ങനെ ഇരുന്നാ പോരെ, എടുക്കണം. എങ്ങനെ ബുദ്ധി പ്രയോഗിച്ചാൽ എടുക്കാൻ പറ്റും. എടുക്ക, അടുക്കി വെച്ച്. ഇനി ഇത് പഠിക്കാൻ പറ്റില്ല. ഇല്ല, പിന്നെ ആരും ചെയ്തിട്ടില്ല ഈ ചലഞ്ച്. അങ്ങോട്ട് എടുക്ക. ഒറ്റ കൈ കൊണ്ട് പൊക്കാൻ പറ്റത്തുള്ളൂ. കൈ എടുക്ക, മറ്റേ കൈ എടുക്ക. ഒറ്റ കൈ അതാ, ഒറ്റ കൈ കൊണ്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. ചലഞ്ച് അതാ. കൈ എടുക്ക, മറ്റേ കൈ എടുക്ക. പറ്റും. ഓക്കെ, നമ്മുടെ ലിനറ്റ് ഫെയിൽ ആയിരിക്കുകയാണ്. അവള് ചെയ്യുന്നില്ല. അപ്പൊ എനിക്ക് 500 രൂപ അവള് തരുന്നതായിരിക്കും. അപ്പ എടുക്കാൻ പോവാണ്. അല്ല, അപ്പ എങ്ങനെ വേണമെങ്കിലും അപ്പായിക്ക് അടുക്കാം. എങ്ങനെ വേണമെങ്കിലും അപ്പായിക്ക് ഇഷ്ടിക അടുക്കാം. പക്ഷെ ഒറ്റ കൈ കൊണ്ട് തറയുന്ന 5 ഇഷ്ടിക പോക്കണം. എടുക്കപ്പാ, അപ്പ എടുക്ക്. കമോൺ ഗൈസ്, പപ്പ എടുക്കാൻ പോവാണ്. ഇരുന്നാപ്പാ. ഇല്ല, കയറൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അത് ഞാൻ ഇവിടെ വെച്ച് തന്നല്ലോ. അത് തറയിൽ കിടന്നിരുന്നു. കയറും എടുക്കാൻ പറ്റത്തില്ലെന്ന്. ഓക്കെ ഗൈസ്, പപ്പ എല്ലാരും ഇത് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, 2 കൈയിട്ട് എടുക്കാൻ പറ്റത്തില്ലെന്ന്. ഒറ്റ കൈയിട്ട് അങ്ങനെ എടുക്കാൻ പറ്റത്തില്ലെന്ന്. കൈകൊണ്ട് അങ്ങനെ കയ്യിൽ അടുക്കി വെച്ചിട്ട്. ഓക്കെ, അപ്പായും ഫെയിൽ ആയിരിക്കാണ്. അപ്പൊ അപ്പായും 500 രൂപ തരാന്നാണ് പറയുന്നത്. ഇല്ല, അത് ഫൗളാ. ഓക്കെ, അപ്പായും പരാജയപ്പെട്ടിരിക്കുകയാണ് ഗൈസ്. അടുത്ത അമ്മയില്ല. അപ്പൊ ഗൈസ്, എനിക്ക് പപ്പാടേയും ലെറ്റി ചേച്ചിയുടെ 500 രൂപ കിട്ടുന്നതായിരിക്കും. ഇനി ഞാൻ നിങ്ങളെല്ലാവരും എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു തരാം. ഒന്നും മിണ്ടണ്ട. ഓക്കെ ഗൈസ്, അപ്പം ഇതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബുദ്ധി പ്രയോഗിക്കാത്തതിന്റെ കുഴപ്പങ്ങളാണ് ഇതെല്ലാം. ആദ്യം ഒരു ഇഷ്ടിക ഇങ്ങനെ വെക്കുക. ഓക്കെ, അതിൽ അടുക്കൊക്കെ ഇങ്ങനെ തൂത്ത് വേണം. എന്നിട്ട് ഒരു ഇഷ്ടിക ഇവിടെ അറ്റത്തോട്ട് ഇച്ചിരി ബൾജ് ചെയ്ത് നിൽക്കണം. അടുത്ത ഇഷ്ടിക ഇപ്പുറത്തോട്ട് ഇച്ചിരി വെക്കണം. എന്നിട്ട് അടുത്ത ഇഷ്ടിക ഈ സൈഡിലോട്ട് ഇച്ചിരി ചരിച്ച്, എന്നിട്ട് ഇപ്പുറത്തെ ഇഷ്ടിക ഈ സൈഡിലോട്ട് ഇച്ചിരി. ഈ കട്ടകളുടെ സൈഡൊക്കെ പൊട്ടിയിരിക്കുകയാണ് ഗൈസ്, അതുകൊണ്ട് ഇങ്ങനെ ആടി കളിക്കുന്നത്. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞ് എനിക്ക് ഇത്രയും വെയിറ്റ് പൊക്കാമോ എന്ന് അറിയത്തില്ല. എന്നാലും ഞാനിന്ന് ശ്രമിക്കുകയാണ്. അതുകൊണ്ട് ഇത്രയും വെയിറ്റ് എനിക്ക് പൊക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒന്ന് പൊക്കിക്കേ. ഇല്ല, എനിക്ക് അത്രയും വെയിറ്റ് പൊക്കാൻ പറ്റാത്തോണ്ടാ ഗൈസ്. ഇതിൻ്റെ ഇടയിൽ കൂടെ കൈയിട്ട് പോകണേ. ഇതിൻ്റെ ഇടയിൽ കൂടെ. എന്തോ ഞാൻ വെച്ചോളൂ. കൈയൊക്കെ കയറും. വേണ്ട, എല്ലാരും കൂടെ ക്യാമറയുടെ മുന്നിൽ ഇരിക്കാതെ ഇടക്കൂടെ ഇട്ടിട്ട് ഇഷ്ടിക പിടിക്കുക. പോക്ക. കണ്ടില്ലേ ഗൈസ്, കണ്ടില്ലേ? ഇങ്ങനെയാണ് നമ്മുടെ ഇഷ്ടിക പോക്കുന്നത്. അപ്പൊ ചലഞ്ച് വിന്നർ ഞാനാണ്. ഓക്കെ, നമ്മൾ ബുദ്ധിപരമായിട്ട് പ്രയോഗിക്കുകയാണ്. ട്രിക്ക് ഞാൻ പറഞ്ഞാൽ പോരെ. 5 ഇഷ്ടിക പൊക്കാന്നേ പറഞ്ഞുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പൊ ഇതാണ് സംഭവം. ഇതെല്ലാരും നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കുക. ഏതായാലും നമുക്ക് 500 രൂപയുടെ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാം. ഓക്കെ, wait guys. But that's not fair. Nee pokitilla, so you also fail.
ഗൈസ് എന്നെ കാണാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ ഗൈസ്, ഇതാ നമ്മുടെ മമ്മിജി ഉണ്ട് ഇവിടെ, നമ്മുടെ സിസി ജി അല്ല. ഓക്കെ ഗൈസ്, പപ്പ എങ്ങോട്ടാ പോകുന്നത്? വെയിറ്റ് അവിടെ നിൽക്കുക ഗൈസ്, വെയിറ്റ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാ നമ്മുടെ പപ്പ ഇവിടെ നിൽപ്പുണ്ട്. ഈ മൈക്ക് ഇങ്ങനെ ആടി കളിക്കുകയാണ് ഗൈസ്. നിങ്ങൾക്ക് പപ്പായ കാണാമെന്ന് വിചാരിക്കുന്നു. ഏതായാലും ഈ ബെറ്റ് വിന്നർ നമ്മളാണ്. അതുകൊണ്ട് 500 രൂപ പപ്പ നമുക്ക് തരുന്നതായിരിക്കും. നമ്മുടെ സിസ് നമുക്ക് തരുന്നതായിരിക്കും. സിസ് 500 രൂപ തരണ്ട, എന്താ വെച്ചാൽ ഒരു ചാൻസ് ഉപയോഗിച്ചുള്ളൂ. അതുകൊണ്ട് ഒരു 200 രൂപ തന്നാൽ മതി. ഓക്കെ, 200 റുപ്പീസ്. മമ്മി ഏതായാലും ഇത് ചെയ്തിട്ടില്ല, അതുകൊണ്ട് പപ്പ മാത്രമേ നമുക്ക് പൈസ തരത്തുള്ളൂ. ചേച്ചി 200 രൂപ, പപ്പ പൈസ തരത്തുള്ളൂ. ചേച്ചി 200. പപ്പയുടെ വക 500 രൂപ, അപ്പം 700 രൂപ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ചുമ്മാ വീട്ടിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ നിങ്ങൾക്കും പൈസ ഉണ്ടാക്കാവുന്നതാണ്. നമുക്ക് അടുത്ത വീഡിയോ കാണാം.